പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മയിൽ ഹൈവിഷൻ്റെ വയലാർ രാമവർമ്മയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു ഒക്ടോബർ 27. പുഷ്പങ്ങളും സ്വപ്നങ്ങളും സന്ധ്യകളും ചന്ദ്രികയുമുള്ള ഈ നിത്യഹരിത ഭൂമിയിൽ ജീവിച്ച് കൊതിതീരാതെ ചിറകടിച്ചു പോയ ഒരു ഗന്ധർവൻ്റെ വേർപാടിൻ്റെ ഓർമ്മ പെരുന്നാൾ. മലയാളി മനസ്സുകളിൽ ഭാവനയുടെ ഋതുഭേദങ്ങൾ പകർന്നു നൽകിയ വയലാർ രാമവർമ്മ ആസ്വാദക മനസ്സുകളിൽ മായാത്ത മുറിപ്പാട് ബാക്കി നിർത്തി ഗന്ധർവ ലോകത്തേക്ക് ചിറകടിച്ചു പോയത് ഇതുപോലൊരു നനുത്ത ഒക്ടോബർ 27 ആദ്യയാമത്തിലായിരുന്നു. 1975 ഒക്ടോബർ 27 പുലർച്ചെയാണ് 47 മധ്യാഹ്നത്തിൽ വെച്ച് ആരാധനയുടെ പരകോടിയിൽ നിൽക്കെ ആ സർഗസാന്നിധ്യം നമ്മെ വിട്ടുപോയത്. വയലാർ രാമവർമ്മയുടെ വേർപാടിന് 50 വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും ഒരു ചെറു സഞ്ചാരം നടത്തുകയാണ് ഈ പ്രത്യേക പരിപാടിയിലൂടെ. ഇന്നത്തെ ഈ പരിപാടിയിൽ സംസാരിക്കാൻ ഇവിടെയുള്ളത് ശ്രീ രമേശൻ നണിയൂരാണ്. വയലാർ രാമവർമ്മയെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന രമേശൻ നണിയൂർ ഒരു കവി കൂടിയാണ്. നമസ്കാരം. നമസ്കാരം. വയലാർ രാമവർമ്മയുടെ വേർപാടിൻ്റെ ഓർമ്മയ്ക്ക് ഇന്ന് 50 വർഷം പൂർത്തിയാവുകയാണ്. ഈ 1975 അദ്ദേഹം മരിച്ചത്. 2025 ഒക്ടോബർ 27 50 വർഷമാവുകയാണ്. ഈ 50 വർഷമാകുമ്പോഴും വയലാർ രാമവർമ്മ എന്ന സർഗപ്രതിഭ ഇത്രമാത്രം മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മലയാളത്തിൽ വയലാറിനേക്കാൾ മികച്ച എന്ന് അവകാശപ്പെടാവുന്ന കവികൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാനരചയിതാക്കളിൽ വയലാറിനോട് തന്നെ കിടപിടിക്കാവുന്ന, അല്ലെങ്കിൽ വയലാറിന് മുമ്പേ മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഭാസ്കരൻ മാഷെ പോലുള്ള കവികളുണ്ട്. അവരാണ് ഭാസ്കരൻ മാഷാണ് മലയാളത്തിൻ്റെ സ്വന്തമായ ഒരു ചലച്ചിത്ര ഗാന സംസ്കാരം രൂപപ്പെടുത്തിയെടുത്തതിൽ ഭാസ്കരൻ മാഷും അതുപോലെ കെ രാഘവൻ മാഷും ഗ്രാമീണ ബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ രാഘവൻ മാഷാണെങ്കിൽ അതിൽ മലയാളിയുടെ തനതായ ഒരു സംഗീതം ഉൾച്ചേർത്തുകൊണ്ട് അതിനെ മനോഹരമായ ഗാനങ്ങൾ നീലക്കുയിലൂടെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വയലാറും അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട്, വയലാറ് മുതൽ ഇങ്ങോട്ട് തമ്പി സാറ്, ശ്രീകുമാരൻ തമ്പിയും പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഭാസ്കരൻ മാഷെ പോലൊരു ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതെ. അപ്പോൾ അതുപോലെ ഭാസ്കരൻ മാഷിന്റെ പാട്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് തമ്പി സാറും വന്നിട്ടുള്ളത്. അപ്പോൾ വയലാറും ഏതാണ്ട് വയലാറിന്റെ ആദ്യകാല ഗാനങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഭാസ്കരൻ മാഷിന്റെ പാട്ട് പോലെ തന്നെ ആദ്യത്തെ പാട്ട് മലയാള സിനിമാ ഗാനങ്ങളിൽ വയലാറിന്റെ ആദ്യ ഗാനം എനിക്ക് തോന്നുന്നത് തുമ്പി അതല്ലേ, ശാന്ത പി നായർ പാടിയ പാട്ട്. ഒരു കുട്ടിയുടെ മനസ്സ് തുമ്പി തുമ്പി വാവാ തുമ്പത്തണലിൽ വാവാ, ശാന്ത പി നായർ പാടിയ വളരെ മനോഹരമായ ആ പാട്ട്, വളരെ ലളിതമായ രീതിയിൽ. അപ്പൊ അത്തരം പാട്ടുകൾ ആദ്യകാല പാലാട്ട് കോമലുള്ള ചന്ദന പല്ലക്കിൽ വീടു കാണാൻ വന്ന ഗന്ധർവ രാജകുമാര. അപ്പൊ അങ്ങനെയുള്ള വളരെ ഈ വയലാറിനെ പറ്റി ആളുകൾ പറയുമ്പോൾ വയലാറിന്റെ പാട്ടുകളൊക്കെ വളരെ ഗഹനമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് അത്ര ലാളിത്യം ഭാസ്കര മാഷിൻ്റെയോ അല്ലെങ്കിൽ തമ്പി സാറിൻ്റെയോ മറ്റു പാട്ടുകൾ പോലെ അത്ര ലളിതമല്ല എന്ന രീതിയിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാൾ വയലാറിൻ്റെ പാട്ടുകളെ പറ്റിയുള്ള ഒരു പ്രഭാഷണം ഞാൻ യൂട്യൂബിലോ മറ്റോ കേൾക്കാനിടയായി. സണ്ണി കബിക്കാട് പറഞ്ഞു വയലാർ ഉപയോഗിക്കുന്ന സവർണ ബിംബങ്ങളെയാണ്. അദ്ദേഹത്തിൻ്റെ അതൊരു ചക്രവർത്തി കുമാര എന്ന് പറയുന്ന ചക്രവർത്തിനി എന്നുള്ള പാട്ടുണ്ട്. അപ്പൊ ഓരോ പാട്ടുകളും ആര്യപുത്ര വരൂ ഒരു പാട്ടുണ്ട്. അപ്പൊ അത്തരം ബിംബങ്ങളെ ആണ് അദ്ദേഹം കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നും, ഒരു ദളിത സമൂഹത്തെക്കുറിച്ച് അതിനെ പ്രതിനിധാനം ചെയ്യുന്ന പാട്ടുകൾ വയലാറിൻ്റെ ഇല്ല, അത് പി ഭാസ്കരൻ മാഷ് മാത്രമാണ് എന്ന രീതിയിലുള്ള ഒരു ചർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വയലാറിൻ്റെ കവിതകളെ പറ്റി, പാട്ടുകളെ പറ്റി വേണ്ടത്ര അറിയാത്തത് കൊണ്ട്, കൂടുതൽ സമഗ്രമായി അതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ വേറൊരു സംഗതിയും കൂടി
നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം എന്ന് പറയുന്നത് പരിമിതിക്കുള്ളിൽ നിന്ന് എഴുതുന്നതാണ്. തീർച്ചയായും. അതായത് ഒരു കഥാപാത്രത്തിന് അനുയോജ്യമായ 3-4 മിനിറ്റിൽ നീണ്ടു നിൽക്കുന്ന ഒരു പാട്ട്, അത് ആ കഥയ്ക്കും കഥാപാത്രത്തിനും അനുയോജ്യമായത് എഴുതാൻ പറ്റുള്ളൂ. അതെ. കവിതയെ പോലെ അല്ലല്ലോ ചലച്ചിത്ര ഗാനം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സവർണ ബിംബങ്ങൾ എന്നൊക്കെ മനഃപൂർവ്വം അങ്ങനെ എഴുതാൻ പറ്റുമോ? ഈ കഥാപാത്രം അങ്ങനെയാണെങ്കിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. അതൊരു പ്രധാന ചോദ്യമാണ്. അതേസമയം ചലച്ചിത്ര ഗാനങ്ങൾ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നത് പഴയ കാലഘട്ടത്തിൽ ഗാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പഴയ സിനിമകളിൽ നമുക്ക് നോക്കാം, ഒരുപാട് പാട്ടുകൾ, ഒരു സിനിമയിൽ തന്നെ ഒരുപാട് പാട്ടുകൾ. അത് പലതും സിനിമകളെ പറ്റി പറയുന്ന അനങ്ങിയാൽ പാട്ടാണെന്നോ? അനങ്ങിയാൽ പാട്ടാണ്. അതെ. അങ്ങനെ പിന്നെ നമ്മൾ പ്രത്യേകിച്ചും ഈ വടക്കം പാട്ട് സിനിമകളിൽ, ഓരോ സിനിമകളിൽ നോക്കിയാൽ ഒരു യാത്ര പോകുമ്പോൾ ഒരു പാട്ടുണ്ടാവും, ഒരു അംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടുണ്ടാവും, കുളിക്കുമ്പോൾ പാട്ട്, അങ്ങനെ പിന്നെ വേഷം മാറി പിന്നെ ആളുകൾ വരും, അന്നേരം ഒരു പാട്ടുണ്ടാവും. അത് ഓരോ സിനിമയിലും ഏതാണ്ട് അത് ഒരു കോപ്പി ചെയ്തുകൊണ്ട് ആ തരത്തിലുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ പിന്നെ അവരുടെ സിനിമയുടെ പശ്ചാത്തലം എന്നതുപോലെ തന്നെ കവിക്ക് പല സ്വാതന്ത്ര്യം അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം. കവിയുടേതായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അന്ന് പിന്നെ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ സംഗീതം കൊടുത്തിട്ട് പിന്നെ പാട്ട് എഴുതുകയെന്നല്ലേ ചെയ്യുന്നത്. തമ്പി സാർ പറഞ്ഞല്ലേ, പിന്നെ ചെരുപ്പിനനുസരിച്ച് കാലം മുറിക്കുന്ന രീതി. അന്ന് അങ്ങനെയുള്ള പാട്ട് എഴുതി അതിന് സംഗീതം കൊടുക്കുകയാണ്. പിന്നെ ആ പശ്ചാത്തലം വിവരിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന പാട്ട്, അതിന് പിന്നെ അവർ ആ പശ്ചാത്തലത്തിൽ അതിൻ്റെ ധ്വനി വരുന്ന രീതിയിൽ, അതിൻ്റെ ആശയം വരുന്ന രീതിയിലുള്ള പാട്ട് അവതരിപ്പിക്കുമ്പോൾ അത് ചിലപ്പോൾ പിന്നെ അതിൻ്റെ മറ്റു പല കാവ്യബിംബങ്ങളും അവർ ഉപയോഗിച്ചെന്ന് വരും. അത് ഈ വയലാറിൻ്റെ രമേശ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ആ കഥയ്ക്ക് അനുയോജ്യമായ, കഥാപാത്രത്തിന് അനുയോജ്യമായ വരികൾ എഴുതാൻ പറ്റുന്ന ആർക്കും ഒരു പാട്ടെഴുത്തുകാരനാവാം. പക്ഷെ ഒരു കവിയുടെ കയ്യൊപ്പ് കഴിയുമ്പോഴാണ് അത് അനശ്വരമാകുന്നത്. അത് അവിടെയാണ് നമ്മുടെ ഈ വയലാറിനെ പോലുള്ളവരുടെ കാര്യം എടുത്തു പറയുന്നത്. അത് വ്യത്യസ്തമാകുന്നത് അവിടെയാണ്. വയലാറിനെ പോലുള്ള കവികൾ വ്യത്യസ്തമായി തീരുന്നത്, അല്ലെങ്കിൽ ONV പോലുള്ള കവിതകൾ, അവരുടെ കാവ്യാത്മകത, അവരുടെ പാട്ടുകൾ, കവിതകൾ വയലാറിനെ പറ്റി പറയാനുണ്ടല്ലോ, കവിതയെ പാട്ടുകളാക്കിയാണ്, ഗാനാത്മകമായ. അതുപോലെ വയലാറിന്റെ ഇതിൽ എഴുതിയിട്ടുണ്ട്, കവിതയും പാട്ടും തമ്മിലുള്ള അതിർവരമ്പ് നേർത്ത് വരുന്നത്. അതാണ് ശരി. പാട്ടുകളെ പിന്നെ പാട്ടുകൾ കാവ്യാത്മകവുമാണ്, കവിതകൾ ഗാനാത്മകങ്ങളുമാണ്. ഇപ്പോൾ വയലാറിൻ്റെ പാട്ടുകളാകുമ്പോൾ അത് കവിതകളായി പരിഗണിക്കാം. അത് പിന്നെ NV കൃഷ്ണവാര്യർ, അച്യുതമേനോൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വയലാറിൻ്റെ കവിതകളെ തന്നെ നമുക്ക് പാട്ടുകളെ തന്നെ കവിതകളായി പരിഗണിക്കാതെ നിരൂപണം നടത്താവുന്നതുമാണ്. അവര് പറഞ്ഞിട്ടുണ്ട്, വയലാറ് ഈ കവിത കഴിഞ്ഞ് ഈ ചലച്ചിത്ര ഗാനരംഗത്തേക്ക് സജീവമായി വന്നപ്പോ കവിത എഴുത്ത് കുറഞ്ഞല്ലോ. അപ്പൊ കവിതയ്ക്ക് നഷ്ടമായത് എന്തോ അത് പാട്ടിന് ലഭിച്ചു എന്ന് NV കൃഷ്ണവാര്യർ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ പക്ഷെ പാട്ട് അതിനുശേഷം അദ്ദേഹം കവിത എഴുത്ത് തുടർന്നിരുന്നു. സമാഹാരം പ്രസിദ്ധീകരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമാഹരിക്കാത്ത ഒരുപാട് കവിതകൾ ശേഷവും പല സാമൂഹിക അവസ്ഥകളിലും അദ്ദേഹത്തിന്റെ പ്രതികരണം കവിതകളിലൂടെ ഉണ്ടായിട്ടുണ്ട്. കാരണം വയലാർ കവിത എഴുത്ത് നിർത്തി എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദന്തഗോപുരവാസി എന്നുള്ള പിന്നെ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അത് അപ്പോഴൊക്കെ അദ്ദേഹം കവിതയിലൂടെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നെ എന്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത്, ദന്തഗോപുരം എന്ന് പേരിട്ട് വിളിച്ചു രക്തഗന്ധമുള്ളൊരു ഈ കൊച്ചു വാത്മീകത്തെ നിങ്ങൾ എന്ന് പറയും. അതുപോലെ വാളല്ലൻ സമരായുധം ജനജണത്ത ദ്വാനം മുഴക്കാൻ ആളല്ലൻ കരവാള് വിറ്റിന്നൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ എന്ന വരികൾ അദ്ദേഹത്തെ കുറിച്ച് വലിയ അത് കാരണം വയലാറിന്റെ കവിത എന്ന് പറയുന്നത് ഒരു വലിയ പടവാളാണെന്ന് കരുതിയിരുന്നത്. തൊഴിലാളി വർഗത്തിന്റെ, അധ്വാനിക്കുന്ന വർഗത്തിന്റെ സമരങ്ങൾക്ക് ആവേശം നൽകുന്ന ഒരു കവിതകളും എഴുതിയ ആളാണ്. അല്ല, എന്തായാലും വയലാർ എന്ന ആ ഒരു ഗ്രാമത്തിന്റെ ചൂടും ചൂരും ഒക്കെ തീർച്ചയായും അദ്ദേഹത്തിന്റെ കവിതകളിലുടനീളം പാട്ടുകളിലും ഒക്കെ തന്നെ അത് പ്രതിഫലിക്കുന്നുണ്ട്. അതിന്റെ പിന്നെ ഊർജം ആ കവിതകളിൽ അങ്ങോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങോളം അദ്ദേഹം നിലനിർത്തി. അദ്ദേഹത്തിന്റെ ഒരു ഇപ്പൊ ഇങ്ങനെ വന്നപ്പോഴുള്ള ഒരു പാട്ടിൻ്റെ പറയാന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു പാട്ടുണ്ടല്ലോ,
അച്ഛനും പാപ്പയും മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി, ഇന്ത്യ ഭ്രാന്താലയമായി. ഇന്ത്യ ഭ്രാന്താലയമായി രണ്ടിലെഴുതിയ പാട്ടാണ് എന്ന് ഓർമ്മ വേണം. ഇന്നും ഈ കാലഘട്ടത്തിലും വളരെ ഏറ്റവും പ്രസക്തിയുള്ള ഒരു പാട്ടാണ്. ഇന്ന് അതിനെ തിരുത്തിയത് യേശുദാസിനെ കൊണ്ട് തിരുത്തി പാടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു, ലോകം ഭ്രാന്താലയമായി. അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. ഇന്ത്യ ഭ്രാന്താലയമായി എന്നാണ് വയലാർ എഴുതിയത്. വയലാറിന്റെ കയ്യൊപ്പ് പതിഞ്ഞ, നേരത്തെ അനിൽ പറഞ്ഞ പോലെ വയലാറിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു പാട്ടാണ്. അതില് അതുപോലെ തന്നെ ഈശ്വരൻ ഹിന്ദുവല്ല എന്നല്ലേ, പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് ഈ കെ പി ഉമ്മർ എങ്ങനെ ഇത് CID വേഷം അല്ലെ, CID വേഷം മാറി വരുന്ന അവസ്ഥയിൽ അതേ ഈ പാടി അഭിനയിക്കുന്ന ഒരു പാട്ടാണ്. അവിടെ CIDക്ക് എന്ത് വേണമെങ്കിലും പാട്ട് പാടാം അല്ലെ, വേഷം മാറി വരുന്ന CIDക്ക് എന്തും പാടാം. പക്ഷെ അവിടെ അതാണ് നേരത്തെ പറഞ്ഞ വയലാറിന്റെ അദ്ദേഹത്തിന്റെ ഒരു സ്വാതന്ത്ര്യം, കവിയുടെ ചില സ്വാതന്ത്ര്യം അവിടെ ഉപയോഗിച്ചു എന്നുള്ള. അതിന്റെ അവസാന വരി ഈ ചരണത്തില്, കാവി ചുറ്റിയ സന്ധ്യക്കു പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം അദ്വൈത വേദാന്തം ഭഗവത്ഗീത കൊണ്ടു മറച്ചു, ഇത്ര നാൾ ഭഗവത്ഗീത കൊണ്ട് മറച്ചു. ഭഗവത്ഗീത കൊണ്ട് ഭാരതത്തിന്റെ വേദാന്തം, കാരണം ഇതിനെല്ലാം സമഗ്രമായി പഠിച്ച ഒരു കവിയാണ് വയലാർ. അതാണ് വയലാറിന്റെ ഒരു പ്രത്യേകത. വയലാറെ ഭാരതീയ ദർശനങ്ങളെ, ഭാരതീയ വേദാന്തത്തെ, ഉപനിഷത്തുക്കൾ, വേദങ്ങൾ അത് ചെറുപ്പം മുതലേ വായിച്ച് ചലിച്ച് പിന്നീട് അത് നന്നായി സമഗ്രമായി പഠിച്ചു. അതുപോലെ തന്നെ വൈദേശിക സാഹിത്യത്തെക്കുറിച്ച്, ഗ്രീക്ക് സാഹിത്യം, ഗ്രീക്ക് പുരാണങ്ങൾ ഒക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള, അതിലൊക്കെ അവഗാഹം നേടിയിട്ടുള്ള ഒരു കവിയാണ്. അതുകൊണ്ട് തന്നെ ആ കവിതകളിലൊക്കെ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ, കവിതകളിലൊക്കെ ഇത് പ്രതിഫലിക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കി അതിന്റെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം കവിതകൾ എഴുതി, പാട്ടുകൾ എഴുതി. ഇപ്പോ സർഗസംഗീതം നേരത്തെ നമ്മുടെ ബാലൻ സമരായത് പാടില്ലേ, സർഗസംഗീതമാണ് അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് എന്ന രീതിയിൽ നിരൂപകർ വിലയിരുത്തിയിട്ടുള്ള കവിതയാണ്. അതില് പറയുന്നുണ്ടല്ലോ, അരണ്യാന്തരഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ ആരന്തർമുഖരി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാ സാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം എന്ന ദർശനം. അവരിലെ ചൈതന്യമാണ് എൻ്റെ ദർശനം എന്നത്. അത് മാത്രമല്ല, മാർക്സത്തെ നന്നായിട്ട് പഠിച്ച ആളാണ്, അതിനെ ഉൾക്കൊണ്ട ആളാണ്. അതും അദ്ദേഹത്തിന്റെ ചൈതന്യം. അദ്ദേഹത്തിന്റെ കവിതകളിൽ ഇപ്പോൾ ഒക്ടോബർ വിപ്ലവവുമായി ബന്ധപ്പെട്ട കവിതയുണ്ട്. എന്നിൽ നിന്നു കൊളുത്തിയെടുത്തതാണ് എന്നിൽ നിന്നുള്ള തീയും വെളിച്ചവും. മാർക്സിസത്തിന്റെ വീതി, യുഗതത്വശാസ്ത്ര വീതി നയിക്കൂ വെളിച്ചമേ എന്ന് പാടിയ കവിയാണ്. അല്ല, വയലാറിന്റെ പോളിസി വയലാർ ആദ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ ആത്മാവിനെ സ്നേഹിച്ചിടാത്ത, അത് മാനുഷാദ എന്ന കവിതയിൽ അദ്ദേഹം തന്നെ പറയുന്നത്. അത് നേരത്തെ ഈ സർഗസംഗീതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാവുന്ന ഒരു കവിതയാണ്. അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുമ്പോൾ ഒരൊറ്റ കവിതയിൽ ഒതുങ്ങുന്നില്ല. അത് മനുഷാദയില് അത് തുടങ്ങുന്നത് തന്നെ, അങ്ങേ കൊമ്പത്തെ പൊന്നിലക്കുട്ടിയില് ചങ്ങാതി കിളി ചോദിച്ചു, ഒരു പാട്ടിന്റെ രീതിയിൽ തുടങ്ങുന്ന ഒരു നാടൻ പാട്ട് പോലെ. അത് ഭാസശൂദ്രക ഭവഭൂതി വേദവ്യാസന്മാർ ഭാസുരയുഗങ്ങൾക്കായി നാരായമെടുത്തവർ മാനുഷാദകൾ എത്ര മാനുഷാദകൾ പാടി മാനവസ്നേഹത്തിന്റെ മണിനാവുകൾ തോറും എന്ന് പറയുന്നു. അതിന്റെ അവസാന വരിയാണ് അതിൽ പറഞ്ഞ സ്നേഹിക്കയില്ല ഞാൻ. നാടിന് അഭിനവ സംസ്കാര ശൈലികൾ നേടി ചരിത്രം തിരുത്തിപ്പിടിക്കുവാൻ വേദനിക്കുന്ന ഹൃദയങ്ങളൊന്നിച്ചു വീഥികൾ തോറും വെളിച്ചം വിടർത്തവേ, ആ വെളിച്ചത്തിൻ കിനാവുകൾക്കുള്ളിലെ ജീവിത സ്പന്ദങ്ങൾ ചുണ്ടുവിടർത്തവേ, കാണുന്നു ഞാനതിൻ കൂമ്പുകൾക്കുള്ളിൽ ഒരു ഓണം വിടർന്നു വിടർന്നു വരുന്നതായി. മണ്ണിനാത്മാവ് കുളിർന്നതിൽ നിന്ന് ഉയിർക്കൊള്ളുന്ന പുത്തൻ കുരുന്നുകൾ നുള്ളിക്കളയാൻ വരുന്നവരോടെനിക്കുള്ള താക്കീത്തിലുണ്ട് ആ മാനുഷാദകൾ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാതൊരു തത്വശാസ്ത്രത്തെ. ആ തത്വശാസ്ത്രത്തെയാണ് അദ്ദേഹം അവസാന നിമിഷം വരെയും ആ തത്വശാസ്ത്രത്തെ മുറുകെ പിടിച്ച് ജീവിതാവസാനം വരെ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് മരിച്ച ചെങ്കൊടി പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കിയത് നമുക്കറിയാം. അങ്ങനെ ഒരു കവിയാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ കവിത എന്നുള്ളത്, കവിതയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഏതെങ്കിലും ചട്ടക്കൂടിൽ ഒതുക്കി നിർത്തുന്നില്ല. വിശാലമായ മനുഷ്യന്റെ, അതാണ് വയലാറിന്റെ നേരത്തെ പറഞ്ഞല്ലോ,
വയലാർ ഇത്രയേറെ ആദരിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത വ്യവഹാരങ്ങളെയും ഏറ്റവും ഭാവതീവ്രമായി ആവിഷ്കരിച്ചൊരു കവി. ആയിഷ എന്നുള്ള കവിത തന്നെ എടുത്ത് നോക്കിയാൽ ആയിഷ എന്നത് ഒരു പെൺകുട്ടിക്ക് ഒരു യുവതിക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പതനം അങ്ങനെ സംഭവിച്ച ഒരു കഥാപാത്രമാണ് ആയിഷ. വയലാറിന്റെ ദുഃഖപുത്രി എന്നാണ് ആയിഷയെ വിശേഷിപ്പിക്കുന്നത്. ആയിഷയുടെ അത് പിന്നെ സാമശിവൻ കഥാപ്രസംഗമായിട്ടാണ് നമ്മളൊക്കെ ആദ്യം കേട്ടു, പിന്നെയാണ് കവിത വായിച്ചത്. അപ്പോൾ അത് പിന്നെ കേരളം മുഴുവൻ ആഘോഷിച്ച ഒരു പിന്നെ കഥാപ്രസംഗമായിരുന്നു അല്ലെ, ആളുകൾ വായിച്ച് ആസ്വദിച്ച കവിതയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ ആ പടുകുഴിയിൽ, ജീവിതത്തിൻ്റെ പതനത്തിൻ്റെ ആ പടുകുഴിയിൽ വീണപ്പോൾ അവിടെയും ഒരു പ്രതീക്ഷയുടെ നാമ്പ് വയലാർ വെച്ച് പുലർത്തുന്നു. വയലാറിൻ്റെ കവിതകൾ എപ്പോഴും ശുഭാപ്തിയുടെ കിരണങ്ങൾ ഒഴിക്കുന്നതാണ്. അവിടെ ആയിഷ പറയുന്നുണ്ട്, എന്നെ ഈ തെരുവിൻ്റെ മൂലയിലെറിഞ്ഞവർക്കൊന്നിനും എൻ കുഞ്ഞെന്ന് മാപ്പ് നൽകുകയില്ല എന്ന്. അവർ കുഞ്ഞിൽ അവരെ മകനിൽ ഒരു പ്രതീക്ഷ, സമുദായവും പിന്നെ ഈ സാമ്പത്തികമായ പ്രമാണിമാരും എല്ലാം കൂടി അവർക്ക് അത്രയേറെ പിന്നെ ദ്രോഹിച്ച് അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു പെണ്ണിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ എന്ത് പറയാ അങ്ങനെ ഒരു അവസ്ഥയിലെത്തി ചേർന്ന് തെരുവിലേക്ക് ദുരവസ്ഥ, ആ അവസ്ഥയിലെത്തിച്ചേർന്ന ആയിഷയും അവസാനം ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ആ പ്രതീക്ഷ എന്ന് പറയുന്നതാണ് വയലാർ കവിതകളിൽ ഉടനീളം, പാട്ടുകളിലുടനീളം വരുന്നത്. അത് വിഷാദഗാനങ്ങളായാലും വിരഹഗാനങ്ങൾ, വിഷാദഗാനങ്ങൾ, ഏത് പാട്ടുകൾ എടുത്തു നോക്കിയാലും ഏത് കവിതകൾ എടുത്താലും അതിലൊക്കെ ആ പ്രതീക്ഷയുടെ കിരണം നമുക്ക് കാണാൻ പറ്റും, ശുഭാപ്തിയുടെ. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു വയലാർ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് ഒന്നുകൂടി വന്നാൽ വയലാർ എല്ലാ മേഖലയും തൊട്ടിട്ടുണ്ടല്ലോ. അതെ അതെ, പ്രണയം, വിഷാദം, രതി, പ്രണയം, വിഷാദം, പിന്നെ ഭക്തി. അതാണ് നേരത്തെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു വന്നെഴുതിയ അതേ തൂലികയാണ് സ്വാമി അയ്യപ്പനിലെ പ്രശസ്തമായ ശബരിമലയിൽ സൂര്യോദയം എന്നുള്ള പാട്ട് എഴുതിയത്. അത് എഴുതിയതിനെ പറ്റി ഒരു കഥ എം അബ്ദുറഹ്മാനല്ലേ, നമ്മുടെ പിന്നെ കലാകൗമുദി ലേഖനമൊക്കെ ആയിരുന്നു. അന്നത്തെ കോൺഗ്രസ് KSUവിൻ്റെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തോ പരിപാടിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പോയി. അയാൾ കണ്ണൂരിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് പോയപ്പോൾ കൊട്ടറ ഗോപാലകൃഷ്ണൻ MLA ക്വാർട്ടേഴ്സിൽ അങ്ങനെ താമസിക്കുക. അപ്പോൾ രാത്രി ഏതാണ്ട് പാതിരയാകുമ്പം ഒരാൾ വന്നിട്ട് ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞ് വാതിൽ പൊട്ടുന്നു. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ വയലാർ ഏതാണ്ട് നല്ല ഫിറ്റായിട്ട് വരുന്നവരാണ്. അപ്പോൾ വന്ന് ഒരു മൂലയ്ക്ക് പോയി അവിടെ കിടന്ന ഉടനെ ഉറക്കുകയും ചെയ്തു. അപ്പോൾ പുലർച്ചെ ഇയാൾ ഈ അബ്ദുറഹ്മാൻ എഴുന്നേൽക്കുമ്പോൾ അവിടെ ഒരു മേശവിളക്ക് കത്തിച്ച് വെച്ച് ഇദ്ദേഹം എന്തോ കുറിച്ചുകൊണ്ടിരിക്കുകയാണ് വയലാർ. അപ്പോൾ അയാളെ വിളിച്ചു, അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ ആ കുറിപ്പ് ഇയാളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ശബരിമലയിൽ തങ്ക സൂര്യോദയം പാട്ട് എഴുതിക്കൊണ്ടിരിക്കും. പ്രശസ്തമായ ഗാനം. അപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞത് ആ പാട്ട് ആദ്യമായി വായിച്ചത് ദേവരാജ മാഷ് വായിക്കുന്നതിന് മുമ്പേ വായിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയെന്നാണ്. അപ്പോൾ അതിൽ പിന്നെ അതുപോലെ ശരണമയ്യപ്പ എന്നുള്ള പാട്ട്, സ്വാമി ശരണം ശരണം, ആ ഒരു പാട്ടുണ്ടല്ലോ, സ്വാമി അയ്യപ്പൻ. അതെ, അല്ല ആ സ്വാമി ശരണം എന്ന് പറയുന്ന പാട്ട് ഈ കെട്ട് നിറച്ച് മലക്ക് പോയി അവിടെ എത്തുന്ന വയലാർ ഒരിക്കൽ പോലും ശബരിമലക്ക് പോയിട്ടില്ലാത്ത ഒരാളാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരാൾ എഴുതിയ പാട്ടാണ്. അപ്പോൾ അവിടെ പിന്നെ കെട്ട് നിറച്ച് മലക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ഈ വയലാറിന്റെ ഇത് പറയുമ്പോൾ പലരും ഈ എഴുതിയ പലരും ഇതേപോലെ. അല്ല, ഒരു കാര്യം കൂടെ പറയട്ടെ, തേടി വരും കണ്ണുകളിൽ എന്ന് പറയുന്ന പാട്ട്, അതിൽ ഈ ഭക്തിഗാനങ്ങളെ പറ്റി പറയും. വയലാറിന്റെ ഭക്തിഗാനങ്ങൾ കേവല ഭക്തി അല്ലാതെ വിഭക്തിയും കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീ മുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി, കാലവും നീ, പ്രകൃതിയും നീ, കാരണവും. അപ്പൊ അത് പിന്നെ അവിടെ ഒരു ബുദ്ധനെ കൂടി കൊണ്ടിരുന്നു. അതിന്റെ ഒരു മനസ്സിലാക്കേണ്ടത് വിഷ്ണു ശിവൻ എന്ന് പറയുന്നത് ശൈവസങ്കല്പം രണ്ട് കൂടി ചേരുന്നതാണ്. ഹിന്ദു മതം, ഈ രണ്ട് മതങ്ങൾ ചേർന്നുകൊണ്ടുള്ള പിന്നെ ഹിന്ദു മതം അല്ലെങ്കിലും അങ്ങനെ ഒരു രൂപം അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ശൈവസങ്കല്പവും അതുപോലെ വൈഷ്ണവ സങ്കല്പവും അതോടൊപ്പം തന്നെ ബുദ്ധനെയും കൂടി ബുദ്ധൻ അതൊരു ഇതുണ്ട്. പിന്നെ
ദേവത ഈ ശാക്തേയ മതത്തിന്റെ അതാണ് വിഷ്ണുവും നീ ശിവനും നീ ശ്രീമുരുകൻ പരാശക്തിയും നീ എന്ന് പറയുമ്പോൾ ആ ശാക്തേയ മതത്തിന്റെ. അതുപോലെ ബുദ്ധൻ വരുന്നു. ബുദ്ധനെ ബോധപൂർവ്വം അവിടെ കൊണ്ടുവന്നോ, കാരണം ശബരിമല ബുദ്ധക്ഷേത്ര എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ എത്ര വർഷങ്ങൾക്ക് അതെ അതെ എത്രയോ വർഷം മുമ്പാണ്. അപ്പൊ അങ്ങനെ ഒരു പിന്നെ പാട്ടിലൂടെ അത് അത്ര കാര്യങ്ങൾ അതുകൂടി കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ. അപ്പൊ ഈ പ്രകൃതി കാലവും പ്രകൃതിയുമാണ് സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് എന്ന ഉറച്ച ബോധ്യം വയലാറിനുണ്ട്. അപ്പൊ ഈ പ്രകൃതിയെയും കാലത്തെക്കുറിച്ച് ഒരുപാട് പാടിയിട്ടുണ്ട് അദ്ദേഹം. പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി അല്ലേ, ശ്രീകാന്ത് പാടിയൊരു മനോഹര പാട്ടില്ലേ, ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ ഈശ്വരൻ ജനിക്കും മുമ്പേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമൊരനുഭൂതി. അപ്പോൾ അതുപോലെ തന്നെ ഈ കാലം എന്നത് വയലാർ കവിതകളുടെ പ്രധാന കാവ്യബിംബമാണ്. കാലമാണ് അവിശ്രമം പായുമെന്നശ്വം സ്നേഹജ്വാലയാണ് എന്നിൽ കാണും ചൈതന്യം സനാതനം എനിക്ക് മരണമില്ലാത്ത കവിത. മനുഷ്യന്റെ കഴിവുകൾക്ക് ഒരു പരിമിതിയിൽ അത് അല്ലെ, അങ്ങനെ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കീഴടക്കി മുന്നോട്ട് പോകുന്ന ഒരു മഹാശക്തിയാണെന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വമാനവൻ കുതിരയെ അതുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആരൊരാളൻ കുതിരയെ കെട്ടു ഈ അശ്വമേധം എന്ന് പറയുന്നത് പിന്നെ വയലാറിൻ്റെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ദർശനങ്ങൾ കാവ്യദർശനം അതിൽ വിളംബരം ചെയ്തു. വയലാറിൻ്റെ ഈ പുരോഗമന സാഹിത്യം യഥാർത്ഥത്തിൽ വയലാറിന്റെ അശ്വമേധം എന്ന് പറയുന്നത് വയലാർ നടത്തുന്ന അശ്വമേധം എന്നതല്ല, പുരോഗമന സാഹിത്യത്തിന്റെ അശ്വമേധമാണ്. വ്യക്തിപരമായിട്ടല്ല, വൈയക്തികമായ ഒരു കാഴ്ചപ്പാടല്ല, അങ്ങനെ ചിലർ തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ പുരോഗമന സാഹിത്യം ആ കാലത്ത് അത് വലിയൊരു പിന്നെ ടാഗോർ ഉണ്ടായ ഒരു കാലഘട്ടമാണല്ലോ. അന്ന് അതായത് കലയ്ക്ക് വേണ്ടി ആദ്യകാലത്ത് ഫ്രാൻസിലാണ് ഫ്രഞ്ച് വിപ്ലവ കാലത്താണ് കലയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വോൾട്ടയറും റൂസോയൊക്കെ ആണെന്ന് പറഞ്ഞത്. അതുവരെ കലയെന്ന് പറയുന്നത് രാജപ്രീതിക്ക് വേണ്ടിയാണ്, ദൈവപ്രീതിക്ക് വേണ്ടിയാണ് എന്നൊക്കെയാണ്. അത് ഇവിടെ ഉണ്ടായിട്ടില്ലേ, ഇവിടെയും അത്തരത്തിലുള്ള ഈ പ്രത്യക്ഷ ദൈവതം എന്ന കാഴ്ചപ്പാട് ഈ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ കല എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറി അത് കലയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നത് ഒരു പുരോഗമന കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് റഷ്യൻ വിപ്ലവം, അത് ഈ ഫ്രഞ്ച് വിപ്ലവ കാലത്തുണ്ടായിരുന്നു. റഷ്യൻ വിപ്ലവത്തോടു കൂടി കലയ്ക്ക് വേണ്ടി മാത്രമല്ല ജീവിതത്തിനും വേണ്ടിയാണ് മാർക്സിം ഗോർക്കിയുടെ ഒക്കെ പ്രോലറ്റേറിയൻ സാഹിത്യം എന്ന രീതിയിൽ അമ്മ തുടങ്ങിയ കൃതികളൊക്കെ വന്നപ്പോൾ അശ്വമേധം എന്ന് പറയുമ്പോൾ അശ്വമേധം സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. അല്ല, ഞാൻ ഈ കവിതയിലേക്ക് തന്നെ വരാം. അശ്വമേധം കവിതയിൽ തന്നെ പറയുന്ന അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു ഇതിനെ തളയ്ക്കുവാൻ, ഈ കുതിരയെ തളക്കാൻ. പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു രണ്ടുമായി. അപ്പൊ അതാണ് ആ അങ്കമാടി കുതിരയെ വീണ്ടെടുത്തന്നണഞ്ഞു യുഗങ്ങൾ തൻ ഗായകർ, എൻ്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എൻ്റെ പൂർവികർ വിശ്വവിജയികൾ. അപ്പൊ ഈ പറയുന്ന വോൾട്ടയർ ഉണ്ട്, റൂസോ ഉണ്ട്, മാർക്സിം ഗോർക്കി ഒക്കെ അവരിലേക്ക് ഈ വയലാറിലേക്ക് പൂർവികർ എന്ന് പറയുമ്പോൾ. അപ്പൊ അതാണ് അശ്വമേധം എന്നത്. പിന്നെ നാടകം എന്ന് പറയുന്നത് മറ്റൊരു സിനിമ വന്നു. അതെ, സിനിമയിലെ 7 സുന്ദര രാത്രികൾ നാടകത്തിലും വയലാർ തന്നെയാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. പാമ്പുകൾക്കും ആളുമുണ്ട്, അല്ലെ, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അത് മാറി പിന്നീട് വയലാറിന്റെ സുഹൃത്തുക്കളൊക്കെ ഭരണാധികാരികളായി വന്നപ്പോഴാണ് അതിലൊരു മാറ്റം വന്നത്. ലക്ഷം വീട് പദ്ധതിയൊക്കെ വന്നു. ഒരു കുഷ്ഠരോഗി പ്രതീകമായിട്ട് ആണ് ഈ പറയുന്നത്. മനുഷ്യപുത്രനെ തലചായ്ക്കാൻ മണ്ണിലിടമില്ല പറയുന്നത് ഒരു അത് കുഷ്ഠരോഗി അവതരിപ്പിച്ചുകൊണ്ട്. അതെ അതെ, അത് അല്ല, അത് പൊതുവെ ആ കാലഘട്ടത്തിൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിട രോഗിയിലൂടെ വയലാർ കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം അത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ചലച്ചിത്രത്തിന്റെ കഥാപാത്രത്തിന്റെ പരിമിതിയെ മറികടക്കുന്നു ഇത്തരം ചില സംഗതികളാണ്. മറ്റൊന്ന്, ഈ ആ കാലഘട്ടത്തിലെ മിക്കവാറും കവികള് കടന്നു വരുമ്പോൾ അവരൊക്കെ ഒരു അനുകരണത്തിന്റെ വലയത്തിലാണ് എന്ന് പറയാറുണ്ട്. ചങ്ങമ്പുഴയുടെ
ചങ്ങമ്പുഴ സ്കൂളിൽ നിന്നാണ് ഇവരുടെ പഠനം എന്നൊക്കെ പറയുന്നത്. ചിലരെ മാറ്റൊലി കവികൾ എന്നും പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും ആ സമയത്തെ മിക്കവാറും വായനക്കാരും എഴുത്തുകാരും ഒക്കെ ചങ്ങമ്പുഴയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അതെ അതെ. ഈ വയലാറിന്റെ ഒരു കാര്യം എങ്ങനെയാണത്? തീർച്ചയായും അന്നത്തെ എല്ലാ കവികളും അതിന്റെ തുടർച്ചയായിട്ട് ചെങ്ങമ്പുഴയുടെ ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം. ചെങ്ങമ്പുഴയാണ് മലയാളത്തിലെ ഒരു ലളിത കോമള പദാവലികളിലൂടെ മലയാള കവിതയെ അവതരിപ്പിച്ച ഒരു കവിയാണ്. അപ്പോൾ അതിൽ പിന്നെ ഈ മലയാള കാൽപ്പനിക കവിതയുടെ ഏറ്റവും ഉയർന്ന ഒരു ഭാവോജ്വലമായ ഒരു കവിതയുടെ ഒരു പ്രതിനിധിയാണ് ചെങ്ങമ്പുഴ. അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് വന്ന കവികളൊക്കെ തന്നെ. അതിൽ മാറി സഞ്ചരിച്ച പിൽക്കാലത്ത് വൈലോപ്പള്ളിയിൽ കുറച്ചുകൂടി വ്യത്യസ്തത, അതായത് ഒരു മൗലികത അദ്ദേഹം പുലർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ആറ്റിക്കുറുക്കി എടുത്ത കവിത എന്നൊക്കെ വൈലോപ്പള്ളി. എന്നാലും ചെങ്ങമ്പുഴയുടെ കാൽപ്പനികതയുടെ സ്വാധീനം വൈലോപ്പള്ളിയിലും ഉണ്ട്, പിന്നെ ഇടശ്ശേരിയിലുണ്ട്, എല്ലാ കവികളിലും ഉണ്ട്. അപ്പോൾ വയലാറിൽ അത് കുറച്ചുകൂടി കൂടുതലുണ്ട് എന്ന് ആളുകൾ അദ്ദേഹത്തെ തരള കാൽപ്പനികനെന്നും വാചാലനായ കവി എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേവലം ഒരു ഭാഗം മാത്രം കാണുന്നതാണ്. അത് ONV പറഞ്ഞിട്ടുണ്ട്, വയലാറിനെ കാണുന്നവർ ഈ കാഴ്ച പരിമിതർ ആനയെ കാണാൻ പോയ പോലെയാണ്. വയലാറിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഇതാണ് വയലാർ എന്ന കവിതകളെ കൂടുതൽ പാട്ടുകളിലായിരിക്കും ആ കാൽപ്പനികത കൂടുതൽ വന്നിട്ടുണ്ട്, പാട്ടുകളിലാണ്. അതെ അതെ അതെ. വയലാറ് അതായത് ചെങ്ങമ്പുഴ സ്വാധീനിച്ചു എന്ന് പറയുമ്പോഴും ജീവിതം നൽകാൻ മടിച്ചവയൊക്കെയും ജീവിതത്തോട് ഞാൻ നേരിടും എന്ന് പറഞ്ഞ ചെങ്ങമ്പുഴ വയലാറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ എത്രമേൽ എന്നെ ചവിട്ടുന്നു പോകുങ്ങൾ അത്രയ്ക്ക് മേൽ ഞാൻ ഉയർന്നു പോകും. അതെ അതെ. സന്തപ്തമാക്കാം ഒരു അല്പനേരത്തേക്ക് ചിന്തകൾ നിങ്ങൾ തന്നെ ഉദ്യമങ്ങൾ, അല്ലാതെ പിന്തിരിഞ്ഞോടില്ലൊരിക്കലും ഇതും സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ചിതൽ നിന്ന ജടയുടെ പനയോലക്കെട്ടുകൾ ചിതയിലേക്കെറിയുവൻ ചുട്ടരിക്കും എന്ന് ചെങ്ങമ്പുഴ പാടിയുണ്ട്. അതൊക്കെ വയലാറിനെ നന്നായിട്ട് ആ ചെങ്ങമ്പുഴ സ്വാധീനിച്ചിട്ടുണ്ട്. അതേസമയം കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം എന്ന് പറയുന്ന ചെങ്ങമ്പുഴ വയലാറിനെ സ്വാധീനിച്ചിട്ടില്ല. അങ്ങനെ അങ്കുശമില്ലാതെ ചാവല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് വിളിക്കുന്നതിനെ ആ ചെങ്ങമ്പുഴ വയലാറിനെ സ്വാധീനിച്ചിട്ടില്ല. അപ്പൊ അവിടെ വയലാറാണ് സ്ത്രീത്വത്തെ ഉയർത്തി കാണിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ മറിച്ച് ഈ സ്വാധീനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അനിൽ പറഞ്ഞ പോലെ ചലച്ചിത്ര ഗാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഫിൽട്ടർ ചെയ്തിട്ടുള്ള സ്വാധീനം അല്ലേ? ഫിൽട്ടർ ചെയ്ത സ്വാധീനം. അത് ചലച്ചിത്ര ഗാനങ്ങളിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പാട്ടുണ്ട്. ഈ മനസ്വിനി എന്ന കവിതയിൽ അതെ മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ ചെങ്ങമ്പുഴ പാടിയിട്ടുണ്ട്. അത് തന്നെയാണ് വയലാറ് ഉപയോഗിച്ചിട്ടുള്ളത്. മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്വിനി നിന്മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു. ഭാവഗായകൻ ജയേന്ദ്രൻ പാടിയ മനോഹരമായൊരു പാട്ട്. അപ്പോൾ അത്തരത്തിൽ വയലാറ് മറുപടി പറഞ്ഞത് തന്നെ ഓർമ്മിക്കണം. അത് കവിതയിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. മാറ്റൊലി കവി എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു മാറ്റൊലി കവിത എന്നൊരു കവിത എഴുതിക്കൊണ്ട്, അതുപോലെ സമാഹാരത്തിന് തന്നെ എൻ്റെ മാറ്റൊലി കവിതകൾ എന്നെഴുതിയിട്ടാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ആ കവിതയിൽ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെ, അതായത് കാളിദാസനെ ഉൾപ്പെടെ നിങ്ങൾ മാറ്റൊലി കവി എന്നാണ് വിളിച്ചത്. കാളി അക്ഷരം കുറിച്ചുകൊണ്ടാണ് കാളിദാസൻ കവിയായത്. അപ്പൊ അദ്ദേഹം അതിന് പറയുന്നുണ്ട്, കാളിയല്ല അവരുടെ അന്തരാത്മാവിൻ നാവിൽ കാലമാണ് എഴുതിയത് അനുഭൂതിതൻ സൂക്തം എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്നിലേക്ക് കേൾക്കും ശബ്ദം ഈ പ്രപഞ്ചത്തിൻ പ്രതിസ്പന്ദനമാണ് എങ്ങനെ മാറ്റൊലി കവിയായി ഞാൻ, അങ്ങനെ അതിന് മറുപടി പറയുന്നുണ്ട്. ഓരോന്നിലും അങ്ങനെ പൗരവാസി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കവിയുടെ ശൈലിയുടെ മാറ്റൊലി അല്ല, നേരെ മറിച്ച് മറ്റു അതെ നേരത്തെ പറഞ്ഞ ആ തുടർച്ചയാണ്. ഭാരതീയ കാവ്യ സംസ്കാര പൈതൃകത്തിന്റെ തുടർച്ചയാണ്. അതായത് കടത്തത്തെ മനസ്സിലിട്ടു കവിയായി മാറ്റുന്ന വാത്മീകമുണ്ടോല ഓടപ്പുഴക്കുഴലിന്റെ ഗീത എഴുതി സൂക്ഷിച്ച പൊന്നോലയും കോടക്കാർ നിര കൊണ്ടുവന്ന മനുജാത്മാവിന്റെ കണ്ണീരുമായി മൂടൽ മഞ്ഞിൽ മയങ്ങും ഇവിടെ ഇന്നും ഇവിടെ പൂക്കും വനജോസ്നകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഈ കേരളത്തിലുള്ള കവികളും മറ്റു കവികളും ചെങ്ങമ്പുഴ ഉൾപ്പെടെയുള്ളവരും. അതിന്റെ തുടർച്ചയാണ് ഞാനും. അത് വ്യക്തമല്ലേ? ആരും ഇതൊന്നും മൗലികമായ ആരും ഒറ്റയ്ക്ക് കൊണ്ടുവന്ന സാധനമല്ലല്ലോ ഇത്. അതാണ് വയലാർ കൃത്യമായി മാറ്റൊലി കൊള്ളേണ്ടതാണല്ലോ. അതെ അതെ, മാറ്റൊലി കൊള്ളേണ്ടതാണ്.
പിന്നെ നമ്മൾ ഈ പാട്ടിലേക്ക് വന്നാൽ ഈ വയലാർ ദേവരാജൻ ടീമിന്റെ അതെ അതെ ഒരു ഈ വയലാർ ശരത്ചന്ദ്ര വർമ്മ, വയലാറിന്റെ മകൻ ഒരു തവണ പറഞ്ഞു, അത് അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, സാധാരണക്കാരൻ വന്നിട്ട് ഇദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ വന്ന് ചോദിച്ചത് വയലാർ ദേവരാജന്റെ വീട് ഇതല്ലേന്നാണ്. വെച്ചാൽ അവരുടെ ആളുകളുടെ മനസ്സിൽ വയലാർ ദേവരാജൻ ഒരു പേരാണ്, ഒരാളുടെ പേരാണ് എന്നുള്ള അത്രയ്ക്ക് ബന്ധമാണ്. ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെ റേഡിയോയിലൊക്കെ കേൾക്കുമ്പോ വയലാർ ദേവരാജൻ എന്നല്ലേ. എത്ര വയലാർ ദേവരാജൻ എത്ര പാട്ടുകൾ. അതെ അതെ, വയലാറിന്റെ പാട്ടുകള് ശരിക്കും പിന്നെ അത് തുടക്കത്തിൽ എവിടെയാണ്, ബലികുടീരങ്ങളെ എന്ന പാട്ടിലാണ് തുടങ്ങുന്നത്. അതുവരെ ONV വയലാർ നാടകങ്ങളിലായാലും സിനിമകളിൽ ആ ഒരു കൂട്ടുകെട്ടായിരുന്നു KPSC-യിലൂടെ. അത് പിന്നീട് ONVക്ക് ആ പാട്ട് എഴുതാൻ നിർവാഹമില്ലാതെ വന്ന ഒരവസ്ഥയിൽ, അതായത് 57 സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ പാളയം രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടന ചടങ്ങിൽ അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി പാട്ട് എഴുതാൻ വേണ്ടി നിർദ്ദേശിച്ചതാണല്ലോ. അപ്പം അന്ന് ONV സർക്കാർ പൊതുമേഖല അധ്യാപകനായി ജോലി കിട്ടിയപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് എഴുതാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് ONV തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. എൻ്റെ ഇങ്ങനെ ഒരു സുഹൃത്ത് വയലാർ അന്ന് പാർട്ടി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടെന്നേ പറയാൻ പറ്റും. ONV പോലെ അങ്ങനെ അറിയപ്പെടുന്ന ഒരു ആളായി കവിയായി പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ ഒരു ആസ്ഥാന കവിയല്ല പാർട്ടിയുടെ. അതേസമയം കമ്മ്യൂണിസ്റ്റുകാരൻ ആദ്യം പറഞ്ഞല്ലോ, പിന്നെ ഈ വയലാറിൽ അദ്ദേഹം ജന്മമെടുത്ത ആദ്യകാലത്ത് ഗാന്ധിയനായിരുന്നു. ഗാന്ധിജിയെക്കുറിച്ചാണ് പാദമുദ്രകൾ എന്ന സമാഹാരം മുഴുവൻ ഗാന്ധിയെക്കുറിച്ചുള്ള കവിതകളായിരുന്നു. പിന്നീട് വയലാറിനെ ഈ സമരത്തെക്കുറിച്ച് അറിയാലോ, സംസ്കാരത്തിന്റെ നാളെ അതിൽ നിന്നാണ് അദ്ദേഹം ഊർജം ഉൾക്കൊണ്ടത്. ആ ഒരു ജനകീയ കവിയായി അദ്ദേഹം വരുന്നത് ഈ വയലാർ സമരം നേരിട്ട് കണ്ട ആളാണ്. ആ സംഭവത്തെ നേരിട്ട് കണ്ടതിൽ നിന്നുള്ള അവിടെ എല്ലാം നശിച്ചുപോയി എന്ന് തരുന്ന ആ സമരത്തോടു കൂടി എല്ലാം അവസാനിച്ചു എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ സ്ഥാനം ഉയർത്തെഴുന്നേറ്റു. അത് അദ്ദേഹം കാണുന്നു. ഇതിനെല്ലാം സാക്ഷിയായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കവിതയിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ആർജവും അശുഭാപ്തി എന്ന് പറയുന്നത്. അതെ, ബലികുടീരങ്ങൾ എന്ന പാട്ട് തുടിപ്പൂനിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി ഞങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. അതിൽ ആദ്യത്തെ അനുപല്ലവിയിലെ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു, ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞു, ചുണ്ടിൽ ഗാഥകൾ, കരങ്ങളിൽ ഈ പൂച്ചെണ്ടുകൾ, പുതിയ പൗരൻ ഉണർന്നു. കഴുമരങ്ങളുടെ കഥ എന്നൊരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ പാട്ടും എന്ന് പറയും. അത് അതിനുശേഷം നമുക്ക് ഇപ്പോഴും ഈ രക്തസാക്ഷികളെ കുറിച്ച് പാടുവാൻ അതിനേക്കാൾ മനോഹരമായ ഒരു പാട്ട് ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ തുടക്കം തന്നെ അങ്ങനെയാണല്ലോ. അതെ, ബലികുടീരങ്ങള്. കാരണം അത് എഴുതാനുള്ള ഏറ്റവും അർഹതയുള്ള ഒരാൾ അദ്ദേഹമാണല്ലോ. മണ്ണിന്റെ സൗഗന്ധികങ്ങളെ സിന്ദൂരമാടിയ വയലാറിൽ എന്നും വസന്തങ്ങൾ പൂക്കുവാൻ ചോരയാൽ മണ്ണീറനായ ഒരു വയലാറിൽ എന്ന് അവിടെയാണ് അദ്ദേഹം പിറന്നത്. അതിൽ ആ പാട്ട് ആ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ആ സമരത്തിൻ്റെ ഊർജവും അതിൻ്റെ ആ ചോരയുടെ മണവും അതിൻ്റെ നിറവും അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ നീളമുണ്ട്. അതേ പേര് തന്നെ ഇട്ട് ചോര എന്നൊരു കവിതയ്ക്ക് പേരിട്ടുണ്ട്. ഒരു തുള്ളി രക്തം പുരണ്ട ഗാനം, അങ്ങനെയൊക്കെ കവിതകൾക്ക് പേരിടുക എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ നാളങ്ങൾ, അരിവാൾ തലമുറകളിലൂടെ ഇങ്ങനെയൊക്കെ കവിതകൾക്ക് പേരിട്ടുള്ള പേരുകളില്ല. അതെ, അപ്പോൾ അതിനൊക്കെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അതിനുള്ള ഒരു ആർജവം ഉണ്ടായ ഒരു കവിയാണ്. നമ്മളിപ്പോൾ ഈ ബലികുടീരങ്ങളെ പറഞ്ഞല്ലോ, വളരെ വിപ്ലവാത്മകമായ പാട്ടുകളും വരികളൊക്കെ. അതേ വയലാർ തന്നെയാണ് സിനിമയിൽ തീർത്തും വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്ക് സന്ദർഭങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയത്. ഇപ്പോൾ ഈ നദി എന്ന സിനിമയിലെ ഒരുപാട് ഇപ്പം വയലാറിനെ പറ്റിയുള്ള പരിപാടികളിൽ അധികവും ഒരു ടൈറ്റിലായിട്ട് വരുന്ന പേര് തന്നെ 1000 പാദസരങ്ങൾ എന്നാണ്. നദിയിലെ ഫേമസ് പാട്ടുണ്ടല്ലോ 1000 പാദസരങ്ങൾ. അതുപോലെ തന്നെ അതിൽ നമ്മൾ എപ്പോഴും മൂളി നടക്കുന്ന വേറൊരു പാട്ട്, അത് കായാമ്പൂ കണ്ണിൽ വിടരും കമലതളം എന്നുവെച്ചാൽ കൈരളിയുടെ കവിളയിൽ കാവ്യബിംബങ്ങളുടെ കമലതളം വിരിയിച്ച വയലാർ എന്ന് തന്നെ പറയാം ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ. അത് മനോഹരമായ പ്രണയോദാരതയുടെ ഏറ്റവും ഒരു ഉയർന്ന രൂപമാണ്. ചക്രവർത്തിനി
പുഷ്പപാതുകം പുറത്തു വയ്ക്കുന്ന ഈ നഗ്നപാതയായ അകത്ത് വരികളിലാണ്. കാരണം അത്രയും ലോലം, ഈ പുഷ്പത്തെക്കാൾ ലോലമാണ് പാദം. പാതുകമാണ്, എന്നാൽ പോലും അത് പുറത്തു വെക്കണം എന്നാണ് പറയുന്നത്. ഈ മറ്റൊരു പാട്ടുണ്ടല്ലോ, വെണ്ണ തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോൽ. വെണ്ണിലാവിന്റെയും തളിർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാഴ്ചപ്പാട്, അത് ബഷീർ പറഞ്ഞിട്ടില്ലല്ലോ, ഈ വെളിച്ചത്തിന് എന്താ ഒരു വെളിച്ചം എന്ന് പറഞ്ഞ പോലെ അതുപോലെയാണ്. നദി എന്ന സിനിമയിലെ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് ഈ ആലുവ പാലസിന്റെ അവിടെ ആ പടവിൽ പ്രേംനസീർ പടവിലിരുന്നിട്ട് പാടുന്നത് സിനിമയിൽ കാണുന്നില്ല. ആ പടവിലിരുന്നുകൊണ്ടാണ്, അല്ലെ ആ കൊട്ടാരത്തിലും പടവിലും ഒക്കെ ഇരുന്നുകൊണ്ടാണ് ഈ പാട്ടുകൾ വയലാർ എഴുതുന്നത്. അതിനെ അതിനെ നേരിട്ട് കണ്ടുകൊണ്ട് എഴുതിയ പാട്ടാണ് എന്ന് പറയാം. ആലുവാപ്പുഴ, അതാണ് പെരിയാറിനാണല്ലോ ആലുവാപ്പുഴ. പെരിയാറ് എന്ന പാട്ട് അത് എഴുതിയിട്ടുള്ളതും വയലാറാണ്. അപ്പൊ ഈ പെരിയാറും 1000 പാദസരങ്ങൾ എന്നുള്ള പാട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ വയലാറിന്റെ വേറൊരു കാര്യം കൂടി നോട്ട് ചെയ്യാൻ പറ്റുന്നത്, വയലാർ ഈ പദസമ്പത്ത് ധാരാളം ഉള്ള ഒരാളാണ്. ഈ പദസമ്പത്തിന്റെ ധാരാളിത്തം അങ്ങനെ തന്നെ പറയും ഉണ്ടായിരുന്നെങ്കിലും വളരെ ലളിതമായ പദങ്ങളാണ് ഇത്തരം പല പാട്ടുകളിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ ഈ പെരിയാറെ പർവ്വതനിരയുടെ പനിനീര്, ആ പാട്ടിൽ എല്ലാ വരികളും അതാണ് പറഞ്ഞത്. വയലാർ നേരത്തെ പറഞ്ഞ പിന്നെ വളരെ കടുകട്ടി സംസ്കൃതവും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ പാടി എന്താ പറഞ്ഞ, പിന്നെ ഉപനിഷത്തുക്കളിലെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വേദങ്ങൾ, അല്ലെ ഋഗ്വേദത്തിലെ ആദ്യ പിന്നെ ശ്ലോകം സവിതോർ വരെ അതൊരു പാട്ടിൽ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഗായത്രി മന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പത്മതീർത്ഥമേ അതെ. അതുപോലെ ഈ വളരെ ലളിതമായ രീതിയിലുള്ള നേരത്തെ ഇപ്പോൾ പി ഭാസ്കര മാസ്റ്റർ പാട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ സാധാരണക്കാരൻ്റെ അവരുടെ കാവ്യബിംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പിന്നെ ചെമ്മീൻ എന്ന സിനിമയിലെ പാട്ടുകൾ, അല്ലെ, പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാൾ, അതാണ് അത് വയലാർ നേരത്തെ പറഞ്ഞ ദളിതരുടെ ജീവിതത്തെ പ്രതിനിധാനം ഇത് പറഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇതൊക്കെ. ചെമ്മീൻ എന്ന് പറയുന്ന പിന്നെ സിനിമയിലെ മേലെ മാനത്തെ നീലി ചെറുമിക്ക് മഴ പെയ്താൽ ചോരുന്ന അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രനും കനകം മേഞ്ഞൊരു നാലുകെട്ട്. അവളെ സ്നേഹിക്കുന്നവരാ പഞ്ചമി ചന്ദ്രനാണ്, അവിടെ സവർണ വിഭാഗമാണ്. അപ്പൊ അങ്ങനെ ഇത് ചോദിക്കുന്നുണ്ടല്ലോ, ഈ പിന്നെ തോപ്പിൽ ഭാഷയെ കുറ്റപ്പെടുത്തിയവരല്ലേ, എന്തുകൊണ്ട് ഗോപാലൻ മാലയെ കല്യാണം കഴിച്ചില്ല എന്നൊക്കെ ചോദിച്ചില്ല. ഇതൊക്കെ ഈ ചക്രവർത്തിനിയും സന്യാസിനിയും സുമംഗലിയും ഈ പറഞ്ഞ പാട്ടുകളൊക്കെ എഴുതിയ വയലാറാണ്. പാപ്പി ചില സിനിമക്ക് നേരത്തെ പറഞ്ഞ പോലെ സിനിമക്ക് വേണ്ടി ചിലപ്പോ അങ്ങനെയുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. മരുന്നോ എന്നെ ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ പാട്ട് ഇത് ഒരു സിനിമ കഥാപാത്രത്തിന് അനുയോജ്യമായ കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ സിനിമക്ക് അനുയോജ്യം അത്ര ഇടത്തേക്ക് അത് പറയലുണ്ട്. വലത് കൈ കൊണ്ടും ഇടത് കൈ കൊണ്ടും പാട്ട് എഴുതുന്ന ആളാണ് വയലാർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ വയലാറ് ഈ പല അനുഭവസ്ഥരും ഈ നിർമ്മാതാക്കളും സംവിധായകരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ ഉടനെയൊന്നും ചിലപ്പോൾ പാട്ട് എഴുതില്ല. നേരത്തെ രമേശ് പറഞ്ഞ ശബരിമലയിൽ തങ്ക സൂര്യോദയം എഴുതിയതുപോലെ എഴുതിയ കുറെ പാട്ടുകളുണ്ട്. സിഗരറ്റിന്റെ കൂടിലൊക്കെ രാവിലെ നിർമ്മാതാവ് വന്ന് നോക്കുമ്പോ മേശപ്പുറത്ത് ഇത് കിടക്കുന്നു, വയലാറ് കിടന്നുറങ്ങുന്നു. അങ്ങനെ എഴുതിയ എത്രയോ പാട്ടുകൾ. എഴുതാത്ത പാട്ടുണ്ട് വയലാറ് സ്വന്തം കൈ കൊണ്ട് തൂലിയ കൊണ്ട് എഴുതാത്ത പാട്ടുണ്ട്. അത് പിന്നെ ദേവരാജ മാഷ സൂയിപ്പടിച്ച് അങ്ങനെ പറയല്ല, അങ്ങനെ പറഞ്ഞിട്ട് ഒരു പാട്ട് എഴുതിക്കാൻ വേണ്ടി ശങ്കരൻ നായർ പറഞ്ഞപ്പോ മാഷ് പോകുമ്പോഴൊക്കെ വയലാറ് സദസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നു, സദസ്സിലാണ്. അപ്പൊ അവിടുന്ന് ഇയാളെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കിട്ടണം, പാട്ട് എഴുതി കിട്ടണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം ദേവരാജ മാഷ് പറഞ്ഞാൽ പിന്നെ വേറെ അപ്പില്ല എഴുതിക്കൊള്ളു. അതെ കുട്ടൻ പാട്ട് എഴുതി തരണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇവരൊക്കെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലാണ് ഓരോ സന്ദർഭത്തിലും ഉള്ളത്. അവസാനം ഞാൻ തരാന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്തു എന്ന് വെച്ചാൽ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു ഇത് അതിനത് ആ പാട്ട് വരികള് സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, അത് ഫോണിലൂടെ വയലാറ് ദേവരാജ മാഷക്ക് പറഞ്ഞു. അയാള് അതിന്റെ ബാക്കി ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്നു. പിന്നീട് സമയം കിട്ടിയപ്പോൾ അതിന്റെ ബാക്കി
ഫോണിലൂടെ, അയാൾ എഴുതിയിട്ടില്ല, ഫോണിലൂടെ പറഞ്ഞു കൊടുത്തു. ദേവരാജൻ മാഷ് അത് പകർത്തി എഴുതി. ഒരു പാട്ട് പെട്ടെന്നൊരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് സമയമില്ല. പിന്നെ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ സിഗരറ്റ് പാക്കറ്റിലോ ഇതിലോ എഴുതിയിട്ട് കൊടുത്തതാണ് ഒരു പാട്ട്, പ്രിയേ പ്രണയിനി, പ്രിയേ പ്രണയിനി, അത് പല്ലവി എന്ന് പറഞ്ഞ ഈ രണ്ട് വാക്കുകളുണ്ട് പല്ലവിയായി എഴുതി. അങ്ങനെ അപ്പോൾ അയാൾ തന്നെ കരുതി ഈ പാട്ട് എൻ്റെ പേര് കളയും എന്നൊക്കെ തോന്നി. പക്ഷെ ആ പാട്ട് ഹിറ്റായി അവിടെ. അത് ഹിറ്റാവുന്നതിൽ ദേവരാജ മാഷ്ക്ക് വലിയൊരു പങ്കുണ്ട്. വയലാറിൻ്റെ മനസ്സറിഞ്ഞ് സംഗീതം ചെയ്ത ഒരു സംവിധായകനാണ് ദേവരാജ മാഷ്. ഹൃദയസ്പർശിയായ ഒരു ഗാനം, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസി മറക്കൂ. അത് സുശീലാമ്മ പാടുമ്പോൾ നമ്മള് ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചല്ലോ. അല്ല, ഈ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എഴുതി മറ്റേ കൈ കൊണ്ടാണ് ഇത് എഴുതുന്നത്. അതെ 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 അദ്ദേഹത്തിന്റെ കഴിവ്. ആത്യന്തികമായി അദ്ദേഹം ഒരു ഭൗതികവാദിയാണ്, യുക്തിവാദിയാണ്. അതേസമയം ഈ ദൈവം എന്ന ദൈവസങ്കല്പത്തെ ഒരു സംസ്കാരം എന്ന രീതിയിൽ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് ചെറുപ്പം മുതലേ. അതെ, അതേസമയം നമ്മൾ ചുറ്റിലും അതിനാണല്ലോ യഥാർത്ഥത്തിൽ വേണ്ടത്. അങ്ങനെയാണല്ലോ നമ്മുടെ പിന്നെ ജീവിതത്തിന്റെ അതിന്റെ ചരിത്രപരമായി ഇതിനെല്ലാം നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. അത് രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനെ പിന്നെ ഉൾക്കൊണ്ട ഒരു കവിയാണ് അദ്ദേഹം. അതേസമയം അദ്ദേഹം ഈ അമ്പലത്തിൽ പോയി തൊഴുന്ന ആളല്ല, പക്ഷെ അമ്മയും കൂട്ടി അമ്പലത്തിൽ പോകാറുണ്ട്. അങ്ങനെ ഒരു ഇന്ദ്രധനുസിന്റെ തീരത്ത് അതെ അതെ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാനാര്. ഈ കാലഘട്ടത്തിലും പിന്നെ എത്ര തിരിച്ചടികൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു, എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ആലങ്കോട് പറഞ്ഞതുപോലെ ഇത് മരിക്കാൻ കയറുകൊടുത്ത് പോകുന്നവൻ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന പാട്ട് കേൾക്കുമ്പോൾ തിരിച്ചു വരും. അപ്പൊ അതിനുള്ള എല്ലാ രോഗങ്ങൾക്കും ഇതിനൊക്കെയുള്ള മരുന്നാണ് സുമംഗലി എന്നുള്ള പാട്ട്. വിഷാദഗാനമാണല്ലോ. സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയും. അതിന്റെ ചരണത്തിലേക്ക് വരുമ്പോ പോസിറ്റീവാണ് സംഗതി. കൊഴിഞ്ഞ പീലികൾ പെറുക്കിയെടുക്കും കൂടുകെട്ടും ഹൃദയം, വിരിഞ്ഞ പൂവിനും വീണ പൂവിനും വിരുന്നൊരുക്കും ഹൃദയം. വീണ പൂവിനെ വിരുന്നൊരുക്കിയ ഒരു കവി ഹൃദയം, അത് ഈ കേരളത്തിലാണ് ആശാൻ. അതിനെ കുറിച്ച് അദ്ദേഹം പാടിയിട്ടുണ്ട്, ആ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ ഈ നൈരാശ്യത്തോടു കൂടി ഈ വിഷാദ കാമുകൻ നൈരാശ്യത്തോട് ആത്മഹത്യ എല്ലാം വേണ്ടത് അയാള് പുതിയൊരു അതിൽ നിന്ന് ആ പ്രണയ വിഷാദ തകർച്ചയിൽ നിന്ന് അല്ല ആ കൊഴിഞ്ഞ പീലിൽ നിന്ന് പുതിയൊരെണ്ണം ഉണ്ടാവുകയാണ്, പുതിയൊരു സർഗാത്മക രൂപപ്പെടുത്തുകയാണ്. അവിടെയാണ് ഈ വിഷാദ കാമുകനെ തന്നെ കവിയാക്കുകയാണ് വയലാർ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം സമയമായത് അവസാനിപ്പിക്കുന്നതിന് മുന്നേ അവസാനം നമ്മൾ ഇപ്പൊ ഇന്നത്തെ ഇത് കേൾക്കുന്നവരുണ്ടാവുമല്ലോ, ഇന്നത്തെ തലമുറ. ഇന്ന് സിനിമയുടെ ദൃശ്യഭാഷയൊക്കെ മാറി. അതിന്റെ ഇപ്പൊ പാട്ടുകള് പണ്ടൊരു സിനിമ ഗാനം മുഴുവനായിട്ടായിരുന്നു. ഒരു ഗാനം സിനിമ തീരുന്നത് വരെ ഇടയിലിടയിൽ ഈ 2 വരിയൊക്കെ ആയിട്ട് കേൾക്കും. അതിന്റെ ഭാഷയും സംഗീതമൊക്കെ മാറി. അതുകൊണ്ട് തന്നെ വയലാർ, പി ഭാസ്കരൻ, ONV ഒക്കെ, ശ്രീകുമാരൻ തമ്പിയൊക്കെ പാട്ട് എഴുതിയതുപോലെ ഉള്ള ഒരു പാട്ട് ഇന്ന് സിനിമ ആവശ്യപ്പെടുന്നില്ല. എന്നാലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ചുരുക്കിയിട്ട് ഈ വയലാറിന്റെ ഇതിനെപ്പറ്റി എന്താണ് കേൾക്കുന്നവരോട് പറയാനുള്ളത്? കാലഘട്ടം മാറി വരുമ്പോൾ അതിനനുസരിച്ച് സംഗീതത്തിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ അതിന് മാറ്റങ്ങൾ പോസിറ്റീവായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പോസിറ്റീവായിരിക്കണം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഇന്നാണെങ്കിൽ എന്താ തേച്ചില്ലേ പെണ്ണെ എന്നുള്ള പാട്ടാ. അപ്പൊ അങ്ങനെ വേണമെന്നുള്ളത്. അപ്പൊ പിന്നെ സ്വപ്നമൊന്നുമില്ല, സ്വപ്നം ഓർമ്മിക്കാൻ. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള പിന്നെ പാട്ടുകൾ അതേ രീതിയിൽ വേണം എന്നല്ല പറഞ്ഞത്. ഇത് ഇപ്പോ നമ്മുടെ റഫീഖ് അഹമ്മദിന്റെ ഒക്കെ നല്ല പാട്ടുകൾ മലയാളത്തിൽ വരുന്നു. അടുത്ത കാലത്ത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല മലയാളത്തിലെല്ലാം. കാലം മാറി, അതിനനുസരിച്ച് പാട്ടുകൾ മാറ്റമുണ്ടാവും. അത് നമ്മുടെ കാവ്യബിംബങ്ങൾ മാറും. കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ മാറ്റം വരുമ്പോൾ കാവ്യബിംബങ്ങളിൽ മാറ്റം വരുമല്ലോ. അപ്പൊ അതില് പുതിയ സങ്കേതങ്ങൾ വരും, പുതിയ കാവ്യ സങ്കേതങ്ങൾ വരുമല്ലോ. പക്ഷെ ഇതിന്റെ IT യുടെ കാലഘട്ടമല്ലേ, AI യുടെ കാലഘട്ടം ആകുമ്പോൾ ഇനിയും മാറ്റങ്ങളുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ മാറ്റങ്ങൾ, പക്ഷെ വയലാറ് ക്രാന്തദർശിയായ കവിയാണ്, നാളത്തെ കൂടി കണ്ടിട്ട് കുറെ എഴുതിയ കവിയാണ്. അതെ, ത്രികാലജ്ഞനായ കവി എന്ന് വയലാറിനെ പറ്റി ഇന്നലകളെ കുറിച്ചും ഇന്നലെ കുറിച്ചും നാളത്തെ കുറിച്ചും ബോധ്യമുള്ള ഒരു കവി എന്ന രീതിയിലാണ് അത്. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടം മാറി അതുപോലെയുള്ള പാട്ടുകൾ ഇന്ന് ആവശ്യപ്പെടുന്നില്ലെങ്കിലും ഈ വയലാറിനെ പോലുള്ളവര് കെട്ടിപ്പടുത്ത ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ ഇന്ന് നമ്മൾ പാട്ടുകളും ഇതൊക്കെ കേൾക്കുന്നത് എന്ന്. അത് എക്കാലവും നിലനിൽക്കും. അത് NB പറഞ്ഞതുപോലെ വയലാർ പാട്ടുകളിലൂടെ ജീവിക്കും. ഇത് കഥാവശേഷനായി എന്ന് പറയുന്നത് കാവ്യാവശേഷനാണ് വയലാർ. അദ്ദേഹം ഈ 50 വർഷം കഴിഞ്ഞിട്ടും, മരിച്ച് 50 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ജീവിക്കും, നാളെയും ജീവിക്കും. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും പുതിയ തലമുറ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതെ, മലയാളത്തിന്റെ കാവ്യഗന്ധർവനും മാനവികതയുടെ കാവ്യോപാസകനുമായ വയലാറിൻ്റെ 50ാം ചരമവാർഷിക ദിനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, ഗാനങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞതിൽ, അതിന് അവസരമൊരുക്കിയതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വയലാറിൻ്റെ സുഹൃത്തു കൂടിയായ കവി ONV പറഞ്ഞ വാക്കുകൾ, പൂവിൽ നിന്ന് പൂവ് വിടരുന്നത് പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ സഹസ്രാര പത്മത്തിൽ നിന്നും നിസ്വൻ്റെ സ്വാതന്ത്ര്യം എന്ന മറ്റൊരു പൂവ് വിടരുന്നതും കാത്ത് രാവു മുഴുവൻ ഒരു പനിനീർ ചെടിയുടെ മുൾമുനകളിൽ കരളർപ്പിച്ചു പാടിപ്പാടി മരിച്ച രാപ്പാടിയാണ് വയലാർ. രാപ്പാടി പോയെങ്കിലും ആ പാട്ടുകൾ ഇന്നും നിലനിൽക്കുന്നു. അത് മലയാളിയുടെ ജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എല്ലാവർക്കും നമസ്കാരം. വയലാറിൻ്റെ പ്രശസ്തമായ ഒരു ഗാനത്തോടെ നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ആസ്വാദക മനസ്സുകളിൽ നിത്യഹരിതമായി നിൽക്കുന്ന സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിൽ വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ പ്രശസ്തമായ അയ്യപ്പ ഭക്തിഗാനം ഇവിടെ ആലപിക്കുന്നത് മധു മയ്യൻ. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉറുക്കും കൊട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉറുക്കും കൊട്ടി. ശബരിമലയിൽ തങ്ക സൂര്യോദയം. രത്നം ചാത്തിയ നിൻ തിരുമാറിൽ ദേശപുഷ്പങ്ങളണിയും നിൻ തിരുമുടിയിൽ, അയ്യപ്പ തൃപ്പാദ പത്മങ്ങളിൽ ഈ നെയ്യഭിഷേകമൊരു പുണ്യദർശനം. ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ, എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ. അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. ശബരിമലയിൽ തങ്ക സൂര്യോദയം. മല്ലിക പൂമ്പണി നീരഭിഷേകം, ഭക്ത മാനസ പൂന്തേനുറവാനഭിഷേകം, നിറച്ച പഞ്ചാമൃതത്താൽ അഭിഷേകം, അതിൽ നിത്യശോഭയണിയുന്നു നിന്ദേഹം. ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ, എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ. അയ്യപ്പ ശരണമയ്യപ്പ, അയ്യപ്പ ശരണമയ്യപ്പ. ശബരിമലയിൽ തങ്ക സൂര്യോദയം.
ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം ശുദ്ധ കളപചന്ദനങ്ങളാൽ അഭിഷേകം ഈരേഴുലകിനും അധിപതിയാമെന്നയ്യപ്പ എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും കൊടുക്കും കുട്ടി അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണം